സുഹൃത്തുക്കളെ നമസ്കാരം. നഷ്ടപ്പെട്ടതൊന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഓരോ ബുദ്ധൻ്റെയും ജനനം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു ചൊല്ലി ഞാനിപ്പോൾ ഈ അടുത്തിടയ്ക്ക് എവിടെയോ കേൾക്കുകയുണ്ടായി. വളരെ അർത്ഥവത്തായിട്ടുള്ള വാക്കുകൾ. നമുക്ക് നഷ്ടപ്പെട്ടതൊന്നും നമ്മളുടെ സ്വന്തമല്ല. കാരണം ഇത്ര മഹോന്നതമായിട്ടുള്ള ഈ ജൈവഘടനയിൽ നമ്മൾ ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിച്ചിരിക്കുന്നുണ്ട്. നമ്മളുടെ ആവശ്യങ്ങളൊക്കെ, നമ്മളുടെ പ്രാഥമികമായിട്ട് വായുവുണ്ട്, വെള്ളമുണ്ട്, മനോഹരമായിട്ടുള്ള അന്തരീക്ഷമുണ്ട്, പ്രകൃതിയുണ്ട്. മേലാപ്പിലാണെങ്കിൽ നക്ഷത്രക്കൂട്ടങ്ങൾ വിരിച്ചിട്ടിട്ടുള്ള കമ്പളം പോലെ മനോഹരമായി ഒരുക്കി നിർത്തിയിരിക്കുന്ന മേൽത്തട്ട്, പച്ചപ്പരവതാനി വിരിച്ച പ്രകൃതി മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ, ഇതെല്ലാം അതിൽ കളകൂചനങ്ങൾ, പക്ഷികളുടെ കൊച്ചു കൊച്ചു മൃഗങ്ങൾ, അതോടൊപ്പം തന്നെ മനുഷ്യരും. ഇങ്ങനെയുള്ളൊരു അതിഥി ഗൃഹത്തിലേക്ക് നമ്മളെ ആ ഒരു മഹാശക്തി ഇങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഈ അതിഥി ഗൃഹത്തിൽ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ വസ്തുതകളെ നിങ്ങൾ ശ്രദ്ധിക്കാതെ നിങ്ങൾക്ക് മാത്രമാണ് ദുഃഖം എന്ന് മാത്രം കരുതിയിരിക്കുന്ന ഒരാളെ ഒന്നും പറയാനില്ല. കാരണം നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾക്ക് സ്വന്തമായിരുന്നേയില്ല. അങ്ങനെയാണെങ്കിൽ അത് നഷ്ടപ്പെടുമായിരുന്നില്ല. ചില ആൾക്കാരുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് അവനവന് എന്ത് പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോഴും ദുഃഖങ്ങൾ വരുമ്പോഴും എല്ലാം മറ്റുള്ളവരിലേക്ക് പഴിചാരിക്കൊണ്ട്, അവരെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അതിനെല്ലാം കാരണക്കാർ മറ്റുള്ളവരാണെന്ന് പറഞ്ഞുണ്ടാക്കും. കാരണം മനസ്സിൻ്റെ സങ്കുചിതത്വമാണ് അതിൽ കൂടെ പുറത്തു വരുന്നത്. നമ്മളുടെ ദുഃഖങ്ങൾക്കും വിഷമങ്ങൾക്കും എല്ലാം കാരണം നമ്മൾ തന്നെയാണ്. നമ്മളുടെ മനസ്സിൻ്റെ ആശകൾ, ആഗ്രഹങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ ചിന്തകളെ അടുക്കും ചിട്ടയോടും കൂടി നമുക്ക് ക്രമീകരിക്കാൻ കഴിയാതെ കണ്ടിരിക്കുന്നതിന്, നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാതിരിക്കുന്നതിന് മറ്റൊരുവനെ കുറ്റം പറഞ്ഞതുകൊണ്ട് എന്ത് കാര്യം? നിങ്ങളുടെ ചിന്തകളെ, നിങ്ങളുടെ വികാരങ്ങളെല്ലാം അടുക്കും ചിട്ടയോടും കൂടി നിയന്ത്രിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുന്നില്ല. മറ്റൊരാളാണ് അതിന് കാരണം, അതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞ് എല്ലായ്പ്പോഴും മറ്റുള്ളവരിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട്, വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള 4 വിരലുകൾ നിങ്ങൾക്ക് നേരെയാണ്. അൾട്ടിമേറ്റായിട്ട് മാറേണ്ടത് നിങ്ങൾ തന്നെയാണ്. മനസ്സിൻ്റെ അടിത്തട്ടിലുള്ള ആ മഹോന്നതി എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദുഃഖങ്ങൾ പലവിധമുണ്ട്. എത്രയോ ആൾക്കാർ എത്രയോ തരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവർക്കും അവരവരുടെ ദുഃഖം വലുതാണ്. അത് താരതമ്യം ചെയ്യാനായിട്ട് തത്രപ്പെട്ടുകൊണ്ടിരിക്കുന്നു, മറ്റൊരാളെ പഴിചാരിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മാത്രമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളത്. ഓരോ നിമിഷവും നിങ്ങൾ നിങ്ങളെ സ്വാംശീകരിക്കാൻ പഠിച്ചാൽ നിങ്ങൾക്ക് ദുഃഖങ്ങളില്ല. കാരണം നിങ്ങൾ ഈ പ്രകൃതിക്ക്, ഭൂമിക്ക് വേണ്ടാത്തവനാണെങ്കിൽ നിങ്ങളെന്നേ ഇവിടെ നിന്ന് അപ്രത്യക്ഷനായേനെ, അങ്ങ് കൊണ്ടുപോയേനെ. കുറ്റപ്പെടുത്തുമ്പോൾ ഒരാളെയും കുറ്റം പറയാത്ത രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ക്രമീകരിക്കണം. കാരണം നിങ്ങളുടെ മനസ്സിലാക്കലുകൾ നിങ്ങൾക്ക് മാറാനേ വയ്യ. നിങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച്, നിങ്ങളുടെ തോന്നലുകൾക്കനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിക്കണം. അത് രീതിയിൽ തന്നെ നിങ്ങൾ വരച്ച വരയിൽ കൂടെ, ആ ട്രാക്കിൽ കൂടെ പോകണം എന്നുള്ള കടുംപിടുത്തം വിട്ടുകളെ. ചിലവരുണ്ട്, ചില ആൾക്കാരോട് സംസാരിക്കുമ്പോൾ കുത്തും കോളും ഒക്കെ വെച്ച് അവർക്ക് വേദനിപ്പിക്കാവുന്ന രീതിയിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ചിലപ്പോൾ അവരറിഞ്ഞുകൊണ്ടാവില്ല, പക്ഷേ അത് അവരുടെ ഇൻബിൽട്ടാണ്. അവരുടെ ജീവിതത്തിൽ അത് അടങ്ങിയിരിക്കുന്നു, അവരുടെ ജീനുകളിൽ അടങ്ങിയിരിക്കുന്നു എന്ന് വേണം കരുതാനായിട്ട്. എങ്കിലും അത് പരമാവധി കുറച്ച് കൊണ്ടുവരേണ്ടതാണ് സുഹൃത്തുക്കളെ. കാരണം മറ്റൊരാളെ നമ്മൾ ഏതെങ്കിലും രീതിയിൽ അവരെ കുറ്റം പറയുമ്പോൾ, അല്ലെങ്കിൽ അവർക്ക് കൊള്ളാവുന്ന രീതിയിൽ നമ്മൾ ചില വ്യംഗ്യഭാഷകൾ ഉപയോഗിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ വിചാരിക്കും അവർക്കൊരു പണി കൊടുത്തു, അല്ലെങ്കിൽ അത് ചെയ്തു. ഒന്നുമില്ല. ഇതുകൊണ്ടൊന്നും അവർ തിരുത്താനോ അല്ലെങ്കിൽ മാറാനോ സമൂലമായിട്ടുള്ള മാറ്റം അവരിലുണ്ടാകാനോ പോകുന്നില്ല. മറിച്ച് അവർക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ സ്നേഹവും ബഹുമാനവും ഒക്കെ കുറഞ്ഞു പോകും. അല്ലാതെ കണ്ട് ഒരാളെയും ഈ ലോകത്ത് തിരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകാമെന്ന് നിങ്ങൾ ധരിക്കുകയേ വേണ്ട. അപ്പോൾ നഷ്ടപ്പെട്ടതൊന്നും നിങ്ങളുടെ സ്വന്തമായിരുന്നില്ല. ഇനി നഷ്ടപ്പെടാനുള്ളതും നിങ്ങളുടെ സ്വന്തമല്ല എന്ന് തന്നെ കരുതുക. നന്ദി, നമസ്കാരം.